ആരിന്റെ ഇവിടെ ഒലക്കോട്. ഈ പാലക്കാട് ആക്ഷൻ ഭയങ്കര ഇഷ്ടം. എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആണല്ലേ. ഞാൻ വിചാരിച്ചു രാവിലെ ചൂടൊക്കെ ആയിട്ട് എല്ലാവരും കുറച്ച് ഡള്ളായിട്ടിരിക്കുമോ, ഞാൻ എന്താ ആക്ടിവിറ്റി എല്ലാവരും ഓണാക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഓണാ. സാധാരണ ഈ കാർഡ്സിന്റെ കാര്യത്തിലേ ഈ കാർഡ്സിന്റെ പേര് വെച്ചാൽ എല്ലാവരും പറയും കാർഡ്സിന്റെ പേരൊന്നും അറിയില്ല. അറിയുണ്ടാവും, പക്ഷെ ആരും ധൈര്യം കാണിക്കില്ല. അറിയാം, വെരി ഗുഡ്. അപ്പൊ ഇത് ഷഫ്ലി അറിയാം ആർക്കെങ്കിലും? ഇങ്ങനെ ഷഫ്ലി അറിയോ? ആരും നല്ല പേര് പറഞ്ഞേ. ആരും എന്തോ ഷഫ്ലി തന്നെ. ആരും ഫുള്ള് കാർഡ് ഷഫ്ലി ചെയ്തോ? അതിന് ഇല്ല, കുറച്ച് പഴയ കാർഡ് അങ്ങനെ കയറില്ല. അത് ജസ്റ്റ് ഇങ്ങനെ ഷഫ്ലി ചെയ്യും നമ്മൾ. ഇങ്ങനെ ഫുൾ വയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ ഇടയെന്ന് വെച്ചാൽ അതന്നെ. ഞാനൊന്നും ഈ പ്രായത്തിൽ കാർഡ്സ് കണ്ടിട്ട് ഓക്കെ 1 2 ഞാൻ രണ്ടുപേരും കൂടി ഷഫ്ലി ചെയ്യാൻ തരാം ഞാൻ. ഓക്കെ, ആരും ഷഫ്ലി കഴിഞ്ഞോ? അവന് കൊടുത്തോ. അല്ല, നമ്മൾ അവർക്കും അവർ രണ്ടുപേരും കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ആക്ട് തരാം. അവൻ ഷഫ്ലി കാണിച്ചു നോക്കിയേ. വെരി ഗുഡ്. അത് വീണു. വിളിച്ചോ. ഇനി നമുക്ക് അടുത്ത ആൾ കൊടുക്കട്ടെ. വാ, ഇവിടെ ഒരാൾ കൂടി ചോദിച്ചു. അയ്യോ, ഇവിടെ തമിഴ്നാട് ആരെങ്കിലും ഉണ്ടോ? അല്ല, തമിഴ്നാട് നിന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ തമിഴ്നാടാണ്? 1 2 തമിഴ്നാട്. ഓക്കെ, യെസ്. ഒരാൾ ഷഫ്ലി ചെയ്ത്. ഒരു മിനിറ്റ്. യെസ് 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 യെസ്. പേര് സാരംഗ് ചെയ്തു. അവന്റെ പേര് ധ്രുപദം ചെയ്തു. അപ്പോൾ ഇത് ഷഫിൾ ചെയ്ത് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഓർഡർ മാറിയിട്ടുണ്ടാവുക. ആരും എന്ത് ചെയ്യണം? ആരും ഒരു കാർഡ് സെലക്ട് ചെയ്യണം. ആരും എങ്ങനെ ഏതെങ്കിലും കാർഡ്. പക്ഷേ എങ്ങനെ ചെയ്യണം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വെച്ചിട്ടില്ലേ, ആരും കുറച്ച് കാർഡ് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ആരും എടുത്തു. ഇപ്പോൾ ഈ ഒരു കാർഡ് കണ്ടോ, ഇതായിരിക്കും ആരും ചൂസ് ചെയ്യാൻ പോകുന്ന കാർഡ്. ഓക്കെ ആണോ? ഒന്നുകൂടി ഷഫിൾ ചെയ്യണോ? വേണ്ട, കുറച്ച് കാർഡ് ഇങ്ങനെ ബുക്ക് ചെയ്തോ. ഇത് മതിയോ? ഉറപ്പാണോ? വേണമെങ്കിൽ കുറച്ച് കാർഡ് വെക്കാം, കുറച്ചുകൂടി കാർഡ് എടുക്കാൻ എന്തെങ്കിലും ചെയ്യുന്നത്. ഇത് മതി, ഉറപ്പാണ്. നീ കാർഡ് എടുത്തോളൂ. എനിക്ക് കാണിച്ചാൽ ആർക്കും കാണിച്ചാൽ കേട്ടോ. കണ്ടോ കാർഡ് ഏതാണ്? ബാക്കി കാർഡ് മൊത്തം കയ്യിൽ വെച്ചോ. വേറെ ആരും കണ്ട കാർഡ്? മിണ്ടരുത്. ആർക്കും കാണിച്ചു കൊടുക്കല്ലേ? കാണിച്ചു തന്നോ? ഓക്കെ, ഞാൻ ആരും മിണ്ടരുത് കാർഡിനെ പറ്റിയിട്ട്. ഞാൻ തിരിഞ്ഞോട്ടെ? കാർഡ് വിളിക്കച്ചോ? ഞാൻ തിരിഞ്ഞോട്ടെ? എന്നിട്ട് തിരിഞ്ഞോട്ടെ? ഇപ്പോൾ കാർഡ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആരും അതിന്റെ പേരും കാര്യങ്ങളൊക്കെ അറിയോ കാർഡിന്റെ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിമ്പിൾ ആയിട്ട് ആരുടെ മനസ്സിൽ നിന്ന് ആ കാർഡിന്റെ പേര് പറയാൻ പറ്റും. ട്രൈ നോക്കട്ടെ. ആരും എനിക്ക് ഒരു ക്ലൂ തരരുത്. ഒരു ക്ലൂ തരരുത്. ഞാനത് കാണിച്ചതുണ്ടാവില്ല എന്ന് വിചാരിച്ചു. വാ, നമുക്ക് കാർഡ്സ്. നിങ്ങൾ ആരും റിയാക്ട് ചെയ്തിട്ടോ, ഒന്നും മിണ്ടരുത്. ഇവ മാത്രമേ പറയാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് കാർഡ്സ് ഉണ്ടാവും. നമ്പർ കാർഡ്സ് ഉണ്ടാവും, പിക്ചർ കാർഡ്സ് ഉണ്ടാവും. അതിനെ മനസ്സിൽ ഏത് കാർഡ് മനസ്സിൽ വിചാരിക്കും. എനിക്കൊരു ക്ലൂ തരരുത്. പക്ഷെ മനസ്സിൽ വിചാരിക്കും ആ കാർഡ്. നമ്മുടെ മുന്നിൽ ആ സ്ക്രീൻ ഉണ്ടോ, വൈറ്റ് സ്ക്രീൻ. ആ വൈറ്റ് നിങ്ങൾ നോക്കണ്ടേ, മാത്രം നോക്കിയാൽ മതി. ആ വൈറ്റ് സ്ക്രീനിൽ ആരും കാണുന്ന സെലക്ട് ചെയ്ത ഒരു കാർഡ് ഭയങ്കര ബിഗ് ആൻഡ് ബോൾഡ് ആയിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണാമെന്ന് മനസ്സിൽ വിചാരിച്ചേ. മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത കാർഡ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണ്ടേ. അവിടെ റെഡ് കളർ ഇങ്ങനെ കാണണ്ടല്ലേ? റെഡ് കാണാമല്ലേ? ഓക്കെ, കാർഡ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നോട് കാർഡ് എന്റെ മുഖത്ത് നോക്കിയോ? ജസ്റ്റ് ഒന്ന് കാർഡ് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് ഇങ്ങോട്ട് നോക്കോ. ആ കാർഡ് ഞാൻ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നോ. നമ്പർ കാർഡ് റൈറ്റ്. റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. റിപ്പീറ്റ്. ഓക്കെ, യൂസ് ചെയ്യണേ. ഓക്കെ, തിങ്ക് ഓഫ് ദ നമ്പർ അഗൈൻ. നമ്പർ ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. നമ്പർ മാത്രം മനസ്സിൽ വിചാരിച്ചോ. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ആ നമ്പർ ഏതാ? 6. Okay, wait. Now think of the symbol. Okay, think of the symbol. വീണ്ടും മനസ്സിൽ ആ സിമ്പിൾ അവിടെ വരയ്ക്കാണെന്ന് മനസ്സിൽ വിചാരിച്ചേ. ആ സിമ്പിൾ അവിടെ വരച്ചുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിൽ വിചാരിച്ചേ. മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് വരച്ച സിമ്പിൾ. നോക്കിയേ. യെസ്, 6 of diamond. Thank you.